ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാരിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയ ദീനുൽ ഇസ്ലാമിൻ്റെ എല്ലാ തരത്തിലുള്ള പാഠങ്ങളും സമഗ്രമായി ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് സാധ്യമാകുന്നത്രയും കഴിവിൻ്റെ പരമാവധി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാനുള്ള സന്നദ്ധത നാം ഓരോരുത്തരും പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള സാഹചര്യവും തൗഫീഖും നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദീനുൽ ഇസ്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകനിലൂടെ വിശിഷ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ 4 നൂറ്റാണ്ട് സമയമെടുത്ത് നമ്മെ പഠിപ്പിച്ചിട്ടുള്ള ഒരു ദർശനമാണ്. ഈ ദർശനം ധാരാളം നനവുള്ള ഹൃദയങ്ങളെ വാർത്തെടുക്കുക, ആർദ്രതയുള്ള മനുഷ്യരെ, സഹജീവികളെ സ്നേഹിക്കുവാനും സഹജീവികൾക്ക് വിഭവങ്ങൾ പങ്കുവെക്കുവാനുമൊക്കെ സന്നദ്ധതയുള്ള ധാരാളം മനുഷ്യരെ വാർത്തെടുക്കുക എന്നുള്ളതായിരുന്നു ഈ ദീനുൽ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിലൊന്ന്. അതുകൊണ്ട് തന്നെയാണ് അഗതികളെയും അനാഥകളെയും നിരാലംബരായ മനുഷ്യരെയും സഹായിക്കണമേ എന്ന അഭ്യർത്ഥനയോടുകൂടി നുബുവത്തിൻ്റെ പ്രവാചകത്വത്തിൻ്റെ ആദ്യഘട്ടങ്ങളിലുള്ള അധ്യായങ്ങളും സൂക്തങ്ങളുമൊക്കെ അത്തരം കാര്യങ്ങളിൽ ഊന്നലും ശ്രദ്ധയും പതിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകത്വത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അവതീർണമായ ചില സൂറത്തുകളിലൊക്കെയും ദീനിനെ കളവാക്കുന്നവൻ ആരാണ് എന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. ദീനിനെ തള്ളിപ്പറയുന്നവൻ അഗതികളെയും നിരാലംബരെയും പരിഗണിക്കാത്തവനാണ് എന്നും അവർക്ക് വിഭവങ്ങൾ സമാഹരിക്കുകയും പങ്കുവെക്കുകയും ചെയ്യാത്തവരാണ് എന്നുമൊക്കെ പറഞ്ഞുകൊണ്ട് എത്രത്തോളം നിസ്സാരമായിട്ടുള്ള സേവനങ്ങൾ പോലും പങ്കുവെക്കുവാൻ അല്ലെങ്കിൽ അനുവദിക്കുവാൻ താല്പര്യമില്ലാത്തവരാണ് ദീനിനെ കളവാക്കുന്നവരും തള്ളിപ്പറയുന്നവരുമൊക്കെയെന്ന് ഈ ആദ്യകാല സൂറത്തുകളിലൊക്കെ നമുക്ക് സുപരിചിതമായ സൂറത്തുൽ മാഊൻ പോലെയുള്ള സൂറത്തുകളിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതായിട്ട് കാണാൻ കഴിയും. മാഊൻ എന്ന് പറഞ്ഞാൽ ആ പദത്തിൻ്റെ അർത്ഥം തന്നെ സഹായങ്ങൾ എന്നാണ്. ഈ അർത്ഥത്തിൽ പ്രാരംഭകാലം മുതൽക്ക് തന്നെ ഇങ്ങനെ നനമുള്ള ആർദ്രതയുള്ള മനസ്സിൻ്റെ ഉടമകളെ വാർത്തെടുത്തുകൊണ്ടാണ് 4 നൂറ്റാണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെലവഴിച്ചത്. പണത്തിൻ്റെ പിൻബലത്തിൽ അതോടൊപ്പം തന്നെ പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന കാര്യത്തിലൊക്കെ പ്രത്യേകമായ
ശിക്ഷകളുണ്ട് എന്ന് പ്രതിപാദിക്കുന്ന, അങ്ങനെ തുടക്കം കുറിക്കുന്ന സൂറത്തുകളും കാണാൻ കഴിയും. പണ്ഡിതന്മാരുടെ ഭാഷയിൽ 2 സൂറത്തുകളാണ് നരകത്തിലെ കഠിനമായ ശിക്ഷ വൈൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ശിക്ഷയെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന രണ്ട് സൂറത്തുകളാണ് വിശുദ്ധ ഖുർആനിലുള്ളത്. ഒന്ന് വൈലുല്ലിൽ മുത്തഫിഫീൻ, മറ്റൊന്ന് വൈലുല്ലി കുല്ലി ഹുമസത്തിൽ ലുമസ. ഇതിനെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറയുന്നത് ഈ 2 സൂറത്തുകളും ഒന്ന് പണത്തിൻ്റെ പിൻബലത്തിലുള്ള അഹങ്കാരം, ചൂഷണ മനോഭാവം, സഹജീവികളെ ചൂഷണം ചെയ്യുന്ന രീതികൾ, ഇവർക്കുള്ള ശിക്ഷ, അതാണ് വൈലുല്ലിൽ മുത്തഫിഫീൻ. ആ രംഗങ്ങളിലൊക്കെ നടക്കുന്ന തട്ടിപ്പുകൾ, അവരെ പരിചയപ്പെടുത്തുമ്പോൾ അവർക്കുള്ള ശിക്ഷയെ സംബന്ധിച്ചും വൈൽ എന്നാണ് പറഞ്ഞത്. പിന്നീട് മനുഷ്യരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള പ്രവണത, ഒന്ന് പണമാണെങ്കിൽ മറ്റൊന്ന് അഭിമാനമാണ്. വൈലുല്ലിക്കുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലൻ വഅദ്ദദ. മനുഷ്യരെ ചേർത്ത് പിടിക്കാതെ, അവൻ അംഗീകരിക്കാതെ, അവനെ തള്ളിപ്പറയുകയും അവഗണിക്കുകയും ചെറുതാക്കുകയും പരിഹസിക്കുകയും ചെയ്തുകൊണ്ട് അകറ്റി നിർത്തുന്ന ആളുകൾക്ക് ശിക്ഷ, ഇതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന സൂറത്തുകളും ആദ്യഘട്ടത്തിൽ അവതീർണമായതായിട്ട് കാണാൻ കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിലും മദീനയിലേക്കുള്ള പലായനം നടത്തി എത്തിയ ഉടനെ തന്നെ ഖുബായിൽ വെച്ചുകൊണ്ടൊരു പള്ളിയൊക്കെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ തടിച്ചുകൂടിയ സഹപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂൽ ആദ്യം പറഞ്ഞതും അയ്യുഹന്നാസ് അഫ്ശുസ്സലാമ ബൈനക്കും വഅത്ഇമുത് ത്വആം വസിലുൽ അർഹാം വസല്ലു ബില്ലൈലി വന്നാസു നിയാം. മനുഷ്യരെ, നിങ്ങൾ സ്നേഹാഭിവാദ്യങ്ങൾ നടത്തണം. അതോടൊപ്പം തന്നെ പാവങ്ങൾക്കുള്ള ഭക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ, അവർക്കുള്ള വിഭവങ്ങൾക്കുള്ള സൗകര്യങ്ങൾ നിങ്ങൾ ഏർപ്പെടുത്തണം. ബന്ധങ്ങൾ നിങ്ങൾ ചേർത്ത് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ അതിനൊക്കെ കരുത്തേകാൻ വേണ്ടി രാത്രികാലങ്ങളിൽ പ്രാർത്ഥനകൾക്ക് വേണ്ടി മറ്റുള്ളവരൊക്കെ ഉറങ്ങുന്ന സമയത്ത് പ്രാർത്ഥനകൾക്ക് വേണ്ടിയും കൂടി സമയം ചിലവഴിക്കണം എന്നുള്ളതാണ് മദീനയിൽ കാലുകുത്തിയ ഉടനെ അള്ളാഹുവിൻ്റെ റസൂല് അവിടെ തടിച്ചുകൂടിയ സഹപ്രവർത്തകരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത്. മദീനയിൽ എത്തിയ ഉടനെ തന്നെ 2-ാം വർഷമാണ് സക്കാത്ത് നിർബന്ധമാക്കിയത്. അതിൻ്റെയും ലക്ഷ്യം നാം പല സന്ദർഭങ്ങളിലായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനുശേഷം അള്ളാഹുവിൻ്റെ റസൂലിനോട് വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ആവശ്യപ്പെടുകയാണ്: പറയൂ പ്രവാചകരെ, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് വിശ്വാസം, നിങ്ങൾക്ക് പുണ്യം നേടണമെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യണം. അതിങ്ങനെ ചെലവഴിച്ചു കൊണ്ടേ പോവുക. ഇങ്ങനെ ധാരാളം നിർദ്ദേശങ്ങൾ വിശുദ്ധ ഖുർആൻ ഈ വിശ്വാസികളുടെ വളർച്ചയ്ക്കും വികാസത്തിനും വേണ്ടി, അതിന് പ്രേരണ നൽകുന്നതിന് വേണ്ടി, അത്തരത്തിലുള്ളൊരു മനോഭാവം സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ പ്രാഥമിക ഘട്ടങ്ങളിലൊക്കെയും മദീന ജീവിതത്തിലും ഇങ്ങനെയുള്ള അഭ്യർത്ഥനകൾ, ഇങ്ങനെയുള്ള അവബോധം അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തുന്നതായിട്ട് കാണാൻ കഴിയും. അതോടുകൂടി അവസാനിച്ചില്ല. വീണ്ടും മറ്റൊരു ധർമ്മ സംവിധാനത്തെ സംബന്ധിച്ച് വളരെ ശ്രദ്ധയോടുകൂടി അല്ലാഹുവിൻ്റെ റസൂൽ ഊന്നി പറയുന്നുണ്ട്. ആ ധർമ്മ സംവിധാനമാണ് ഇന്ന് നമ്മൾ പള്ളിയിലും പാർലമെൻറ്റിലുമൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വഖഫ് സംവിധാനം. ഇതിൻ്റെ തുടർച്ചയാണ്.
ഈ നനവുള്ള, ആർദ്രതയുള്ള, സഹജീവിബോധമുള്ള ധാരാളം മനുഷ്യരെയാണ് ഖൈർ ഉമ്മത്ത് എന്ന ഗണത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ തുടർച്ചയെന്നോണം വഖഫുമായി ബന്ധപ്പെട്ട് ധാരാളം നിർദ്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ റസൂൽ സഹജീവികളെ, സഹപ്രവർത്തകരെ, മുസ്ലിം ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. വഖഫ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അതിനെ സംബന്ധിച്ചൊരു പാസീവായിട്ടുള്ള വായന പത്രങ്ങളിലൂടെയും മറ്റു മീഡിയയിലൂടെയും ഒക്കെ നടത്തി വരുന്നവരാണ്. എന്നാൽ അത് പോരാ. മുസ്ലിം ഉമ്മത്ത് വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ വളരെ ആക്റ്റീവായ രൂപത്തിലൊരു വായന ഈ വഖഫിനെ സംബന്ധിച്ച് നമ്മൾ നടത്തേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് എൻ്റെ സഹോദരി സഹോദരന്മാരോട് ഞാൻ അപേക്ഷിക്കുകയാണ്. തടഞ്ഞു വെക്കുക എന്ന അർത്ഥമാണല്ലോ വഖഫ് എന്ന പദത്തിനുള്ളത്. മൗഖിഫുൽ ഹാഫിലാത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബസ് ടെർമിനലാണ്. ബസ് സ്റ്റോപ്പുകൾക്കും ബസ്സിൻ്റെ സ്റ്റാൻഡുകൾക്കുമൊക്കെ മൗഖിഫ് എന്നാണ് പറയുക, മൗഖിഫുൽ ഹാഫിലാത്ത്. കാരണം അവിടെ ബസ്സുകളെ തടഞ്ഞു വെക്കുന്നു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി. ഈ പദത്തിൽ നിന്നാണ് വഖഫ് എന്നതും ഉത്ഭവിക്കുന്നത്. സാങ്കേതിക ഭാഷയിൽ അതിന് അള്ളാഹുവിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട് ഒരാൾ തൻ്റെ വിഭവങ്ങളെ, തൻ്റെ ഭൂമി, തൻ്റെ സ്വത്ത്, ഇതെല്ലാം അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി, അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിൽ അതിനെ വിട്ടു നൽകുക. അതിൽ പിന്നീട് തൻ്റേതായ യാതൊരു ക്രയവിക്രയങ്ങളും ഉണ്ടാവുകയില്ല എന്ന പ്രതിജ്ഞയോടുകൂടി, മാത്രമല്ല അതൊരിക്കലും ഞാൻ തിരിച്ചെടുക്കുകയില്ല എന്ന പ്രസ്താവനയോടുകൂടി നൽകുന്നതിനാണ് സാങ്കേതിക ഭാഷയിൽ വഖഫ് എന്ന് പറയുന്നത്. ഇതിൽ ചില സാങ്കേതിക പദങ്ങൾ പത്രങ്ങളിലൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. വാഖിഫ് എന്ന് പറഞ്ഞാൽ ഈ വഖഫ് ചെയ്യുന്ന തൻ്റെ ഭൂമി, സ്വത്ത്, വിഭവങ്ങൾ ഇതെല്ലാം വിട്ടു നൽകുന്ന ആളുകൾക്ക് പറയുന്ന പേരാണ് വാഖിഫ്, ഈ വഖഫ് ചെയ്യുന്ന വ്യക്തി എന്നുള്ളത്. അതോടൊപ്പം തന്നെ മറ്റ് ചില പദങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും. ആദ്യമായിട്ടുണ്ടായിരുന്ന ഏറ്റവും ആദ്യത്തെ വഖഫ് എന്ന് പറയുന്നതും ചില പത്രങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച ചർച്ചകളിൽ നമ്മൾ കേൾക്കാറുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന് ഖൈബറിൽ കുറച്ച് ഭൂമി കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നുകൊണ്ട് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്നി അസബ്തു അർളൻ ബി ഖൈബർ, എനിക്ക് ഖൈബർ എന്ന പ്രദേശത്തേക്ക് നല്ല വിലപിടിപ്പുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രൂപത്തിലുള്ളൊരു ഭൂമി എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞാലും ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, ഇൻ ശിഅ്ത ഹബസ്ത അസ്ലഹ. ഉമറുൽ ഫാറൂഖ്, നിങ്ങൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിങ്ങൾ അതിൻ്റെ ആ ഭൂമിയെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ആദായം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ നിങ്ങൾക്കത് ദാനം ചെയ്യാം, നിങ്ങളങ്ങനെ താല്പര്യപ്പെടുന്നുവെങ്കിൽ. പക്ഷേ വലാ യുബാൾ വലാ യൂഹിബ് വലാ യൂറിസ്, അതൊരിക്കലും അനന്തരമെടുക്കാൻ പാടുള്ളതല്ല, അതാർക്കെങ്കിലും പിന്നീട് ദാനമായിട്ട് നൽകാനും പാടുള്ളതല്ല, അത് വിൽപ്പനയ്ക്ക് വേണ്ടി വെക്കുവാനും പാടുള്ളതല്ല. ഇങ്ങനെയുള്ള നിബന്ധനയോടുകൂടി നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്കത് ചെയ്യാം. വതസദ്ദഖ ബിഹാ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ അത് സ്വതക്ക ചെയ്യുകയാണ്, ദാനം ചെയ്യുകയാണ്. ഫിൽ ഫുഖറാഇ, പാവങ്ങൾക്ക് വേണ്ടി. വഫിർ റിഖാബ്, അടിമകളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി. വഫി സബീലില്ലാ, ദൈവിക മാർഗത്തിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മറ്റ് സംരംഭങ്ങൾക്ക് വേണ്ടി. വല്ലുയൂഫ്, അതിഥികളായി എത്തുന്ന ആളുകൾക്ക് വേണ്ടി, യാത്രക്കാർക്ക് വേണ്ടി. അങ്ങനെ ധാരാളം ലിസ്റ്റുകൾ ആ ഗണത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇമാം ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിൽ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് ഏറ്റവും ആദ്യത്തെ വഖഫുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ എവിടെ നിന്നാണ് തുടങ്ങിയത് എന്ന് പണ്ഡിതന്മാരെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വഖഫിന് 4 പ്രത്യേകമായ ഘടകങ്ങളാണുള്ളത്.
ഒന്ന് ഞാൻ സൂചിപ്പിച്ചു, വാക്കിഫ്, അത് വഖഫ് ചെയ്യുന്ന വ്യക്തിയാണ്. മറ്റൊന്ന്, ഈ വഖഫ് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും അവസാനമായിട്ട് കൊണ്ടുവന്ന ഈ വഖഫിൻ്റെ ഭേദഗതി ബില്ലിൽ അതിലൊക്കെ ചില മാറ്റങ്ങൾ വരുത്തി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ. ആ വഖഫ് ചെയ്യുന്ന വ്യക്തി മുസ്ലിം ആയിരിക്കണമെന്നും പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിം ആയിരിക്കണമെന്നും ഇനി ഒരാൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് 5 വർഷം ഇസ്ലാമിക നിബന്ധനകളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന വ്യക്തിയായിരിക്കണമെന്നുമൊക്കെ ഈ പുതിയ ഭേദഗതി നിയമത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമികമായ അതുവരെയും ഉണ്ടായിരുന്ന ഈ നിയമങ്ങളിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നില്ല. ചില ചരിത്രങ്ങളിലൊക്കെ പറയുന്നുണ്ട്, ഏറ്റവും ആദ്യം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഈ ഒരു പ്രശ്നം ഉന്നയിക്കുന്നതിന്, ഇങ്ങനൊരു വഖഫുമായി വേണ്ടപ്പെട്ട ചർച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി നടത്തുന്നതിന് മുമ്പ് തന്നെ ഒരു ജൂതൻ വഖഫ് ചെയ്തിട്ടുണ്ട്. മുഹൈരീഖ് എന്ന് പറയുന്ന മദീനയിലെ ഒരു ജൂതൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ഇഷ്ടപ്പെടുത്തിപ്പെട്ടിരുന്നൊരു വ്യക്തിയാണ്. ഒരു റബ്ബിയായിരുന്നു. ജൂതന്മാരെ അവരുടെ നിയമങ്ങളും തൗറാത്തിലെ നിയമങ്ങളും ഒക്കെ പഠിപ്പിച്ചിരുന്ന ഒരു റബ്ബി. അദ്ദേഹം പ്രവാചകനോട് വലിയ താല്പര്യമായിരുന്നു. എത്രത്തോളം ഉഹദ് യുദ്ധം വരുന്ന ഘട്ടത്തിൽ വന്ന സന്ദർഭത്തിൽ തൻ്റെ ജനങ്ങളെ, തൻ്റെ യഹൂദികളായ അനുയായികളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിപ്പോൾ മുഹമ്മദിനെ സഹായിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ മക്കയിൽ നിന്ന് വന്ന ഖുറൈശികളെ അല്ല നിങ്ങൾ സഹായിക്കേണ്ടത്, മുഹമ്മദിനെയാണ് നിങ്ങൾ സഹായിക്കേണ്ടത്. പക്ഷെ അത് ആഹ്വാനം നിലകൊള്ളാതെ, ചെവിക്കൊള്ളാതെ അവർ അതിനെ അവഗണിച്ചു കൊണ്ടുപോയി. എന്നാൽ ഈ മുഹൈരീഖ് എന്ന് പറയുന്ന വ്യക്തി ഈ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കുകയും അതിൽ ഷഹീദാവുകയും ചെയ്തു എന്നുള്ളതാണ്, കൊല്ലപ്പെടുകയും ചെയ്തു. പക്ഷേ മുഹൈരീഖ് ഈ ഉഹദ് യുദ്ധത്തിൽ പങ്കെടുക്കുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ്റെ അടുക്കൽ വന്നുകൊണ്ടൊരു വസിയ്യത്ത് ചെയ്തു. പ്രവാചകരെ, ഞാൻ നിങ്ങളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഞാൻ നിങ്ങളുടെ കളിക്കൂട്ടുകാരനാണ് എന്ന് നിങ്ങൾക്കറിയാം. എനിക്ക് 7 വിലപ്പെട്ട തോട്ടങ്ങളുണ്ട്. ഞാൻ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. എനിക്കിതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധ്യമാകുന്നില്ല. ഞാൻ അഥവാ കൊല്ലപ്പെടുകയാണെങ്കിൽ എൻ്റെ ഈ 7 തോട്ടങ്ങളും പ്രവാചകരെ നിങ്ങൾ ഏറ്റെടുക്കണം. നിങ്ങളത് ദൈവിക മാർഗത്തിൽ, നിങ്ങൾ പ്രതിപാദിക്കുന്ന മാർഗത്തിൽ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇങ്ങനെ ഈ ഉഹദ് യുദ്ധത്തിൽ ഇദ്ദേഹം കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ആധികാരികമായ ചരിത്രരേഖകളും ഹദീസുകളിലുമൊക്കെ സൂചിപ്പിക്കുന്നത്. ഇതായിരുന്നു. അപ്പോൾ ഞാനിത് സൂചിപ്പിച്ചത്, വഖഫ് ചെയ്യാനൊരു നിബന്ധന ഉണ്ടായിരുന്നില്ല. ഈ നിബന്ധന ഈ പുതിയ ഭേദഗതി ബില്ലിൽ അത് മുസ്ലിമായാൽ പോരാ എന്നും, മുസ്ലിം 5 വർഷം ഇസ്ലാമിക നിയമങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന, നോമ്പും നമസ്കാരവുമൊക്കെ ഉള്ള ഒരു വ്യക്തിയായിട്ട് ഉണ്ടായിരിക്കണം, അദ്ദേഹത്തിന് മാത്രമേ വഖഫ് ചെയ്യാൻ പുതിയ ബില്ലിലൂടെ സാധിക്കുകയുള്ളൂ എന്നും ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ഇസ്ലാമികമായ നിയമങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. വാക്കിഫിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഞാൻ സൂചിപ്പിച്ചു. മറ്റൊരു സാങ്കേതിക പദമാണ് മൗഖൂഫ് എന്ന് പറയുന്നത്. ഈ മൗഖൂഫ് എന്ന് പറയുന്നത് വഖഫ് ചെയ്യപ്പെടുന്ന വസ്തുവാണ്. അത് ഭൂമിയാകാം, മറ്റ് കെട്ടിടങ്ങളാവാം, വാഹനമാകാം, ഗ്രന്ഥങ്ങളാവാം, ഇങ്ങനെയൊക്കെയുള്ള കുടിവെള്ള പദ്ധതിയാവാം. അത് ആ വഖഫ് ചെയ്യപ്പെടുന്ന വസ്തുവിനാണ് മൗഖൂഫ് എന്ന് ആധികാരികമായിട്ട്, സാങ്കേതികമായിട്ട് സൂചിപ്പിച്ചിട്ടുള്ളത്. പിന്നൊരു സാങ്കേതിക പദം പത്രങ്ങളിൽ നമ്മൾ കാണാറുണ്ട്, മൗഖൂഫ് അലൈഹി എന്നാണ് പറയുന്നത്. ഇത് ഗുണഭോക്താവാണ്. അത് അതിൻ്റെ ഗുണഭോക്താവ് ചിലപ്പോൾ പള്ളിയാവാം, മറ്റ് മദ്രസകളാവാം, ചാരിറ്റി സംബന്ധമായിട്ടുള്ള മറ്റ് പ്രവർത്തനങ്ങളാവാം. ഇതൊക്കെ ഇവരാണ് അതിൻ്റെ ഗുണഭോക്താക്കൾ. അപ്പോൾ ഇത് അതോടൊപ്പം തന്നെ മറ്റൊരു 4-മത്തൊരു പദം, അതിൻ്റെ സീഗ എന്നും നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത് പത്രങ്ങളിൽ ഇതിങ്ങനെ വായിച്ചു പോകുമ്പോൾ അതിൻ്റെ ചില ഉൾത്തലങ്ങൾ, അതിൻ്റെ നിർവചനങ്ങൾ എന്താണെന്ന് ചിലപ്പോൾ
നമ്മൾക്ക് അവ്യക്തത ഉണ്ടായിരിക്കാം. മുസ്ലിം ഉമ്മത്ത് ഇതിനെ സംബന്ധിച്ച് നന്നായിട്ടുള്ള ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഈ സീഗ എന്ന് പറയുന്നത് വാക്കിഫിൻ്റെ വഖഫ് ചെയ്യുന്ന വ്യക്തിയുടെ പ്രസ്താവനയാണ്. അതും ഇപ്പോൾ ഈ ഭേദഗതി ബില്ലിലൂടെ ഈ പ്രസ്താവന മാത്രം പോരാ എന്നും അത് വളരെ ലിഖിതമായി രജിസ്റ്റർ ചെയ്തുകൊണ്ട് തന്നെ ഉണ്ടാകണമെന്നുമൊക്കെ നിബന്ധനകൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രയോ കാലമായിട്ട് മുസ്ലിം ഉമ്മത്ത് അവിടെ പരമ്പരാഗതമായിട്ട് കൊണ്ടുവന്നിരുന്ന ഒരു പ്രസ്താവനയിലൂടെ പാരമ്പര്യമായിട്ട് കൈമാറ്റം ചെയ്ത് തലമുറകളായിട്ട് അനുഭവിച്ചു പോന്നിരുന്ന വസ്തുക്കൾ ഒരു സുപ്രഭാതത്തിൽ ഇതെല്ലാം രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞാൽ അതിന് യാതൊരു തരത്തിലുള്ള ആധികാരികമായിട്ടുള്ള എവിഡൻസുകൾ ചിലപ്പോൾ അതിൻ്റെ ഡാറ്റാസുകൾ അതിൻ്റെ ആധാരങ്ങൾ ചിലപ്പോൾ കിട്ടുക അല്ലെങ്കിൽ അന്വേഷിക്കുക തന്നെ പ്രയാസകരമായിരിക്കും. അപ്പോൾ ഇത് എങ്ങനെയെങ്കിലുമൊക്കെ ഇതിനെ ലഘൂകരിക്കുകയും ഇതിനെ കയ്യേറ്റം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇതെല്ലാം പിടിച്ചെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് ഇത്തരത്തിലുള്ള ഭേദഗതികൾ അത് വാചികമായാൽ പോരാ, ലിഖിതമായിരിക്കണം. ലിഖിതം തന്നെ അത് രജിസ്റ്റർ ചെയ്യപ്പെടണം എന്ന രൂപത്തിലും ഈ ഭേദഗതി ബില്ലിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ധാരാളം ഭേദഗതികൾ 44 ഭേദഗതികളാണ് ഇതിലൂടെ കൊണ്ടുവന്നിട്ടുള്ളത് എന്നും നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സംരക്ഷണം മുസ്ലിം ഉമ്മത്തിൻ്റെ ബാധ്യതയാണ്. കാരണം അത് പാരമ്പര്യമായിട്ട് അങ്ങനെ കൈമാറി വന്ന മുസ്ലിം ഉമ്മത്തിൻ്റെ ബാധ്യതയായിട്ട് നമ്മുടെ ഭരണഘടന, നിയമവ്യവസ്ഥകൾ ഇതെല്ലാം അംഗീകരിച്ച് തന്ന നമ്മുടെ സ്വാതന്ത്ര്യം, മതം പ്രാക്ടീസ് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട് പ്രചരിപ്പിക്കുവാനും ഒക്കെയുള്ള അവകാശം, നമ്മുടെ റൈറ്റ്, ഇതിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് ഈ പുതിയ ഭേദഗതി ബില്ലിലൂടെ. അതുകൊണ്ട് തന്നെ ഇതിനെ കേന്ദ്ര വഖഫ് കൗൺസിൽ എന്ന് പറയുന്ന ഈ സംവിധാനം, ആ ഒരു ബോഡി, അതിലും 22 അംഗങ്ങൾ ഉണ്ടാകണമെന്നും ഈ 22 അംഗങ്ങളിൽ 10 പേർ മാത്രം മുസ്ലിങ്ങളായാൽ മതിയെന്നും ഈ 10 പേരെ തന്നെ അതിലേക്ക് നോമിനേറ്റ് ചെയ്യലാണ്. അത് തിരഞ്ഞെടുപ്പൊന്നുമല്ല. അതും അധികാരികൾക്ക് വേണ്ടപ്പെട്ടവർ, അവരുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുന്ന മുസ്ലിം നാമധാരികളായ 10 പേർ ഉണ്ടായാൽ മതിയെന്നും ഇതുമായിട്ടൊക്കെയുള്ള നിബന്ധനകൾ ഇതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല, ഒരു ഡിസ്പ്യൂട്ട് വരികയാണെങ്കിൽ, പ്രത്യേകിച്ച് ഒരു സിവിൽ ഡിസ്പ്യൂട്ട്, ഭൂമിയുമായി ബന്ധപ്പെട്ട തർക്കം വരികയാണെങ്കിൽ അത് നിയമപരമായിട്ടും കോടതികളുമൊക്കെയാണല്ലോ കൈകാര്യം ചെയ്യേണ്ടത്. എന്നാൽ ഈ ഭേദഗതി ബില്ലനുസരിച്ച് അതിൻ്റെ കൈകാര്യകർത്താവ് ജില്ലാ കളക്ടറാണ്. അതും അവരുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് എങ്കിൽ അദ്ദേഹം ഒരു തർക്കഭൂമിയുണ്ടായി, ഒരു തർക്കം ഉന്നയിക്കുകയാണെങ്കിൽ അതിൽ കോടതിയൊന്നുമല്ല ഇടപെടേണ്ടത്. ജില്ലാ കളക്ടറുടെ ഇംഗിതമനുസരിച്ച് തീർപ്പ് കൽപ്പിക്കാം. ഒരു ഖബർസ്ഥാൻ അല്ലെങ്കിൽ ഒരു പള്ളി അവിടെ തർക്കം ഉന്നയിക്കുകയും അത് ജില്ലാ കളക്ടറുടെ അടുക്കൽ എത്തുകയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് തീരുമാനമെടുക്കാം. മാത്രമല്ല, അദ്ദേഹം തീരുമാനമെടുക്കുന്നത് വരെ അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയും ചെയ്യാം, സ്റ്റേ ചെയ്യാം. അവിടെ നമസ്കാരം ഒഴിവാക്കണം, അല്ലെങ്കിൽ ഖബർസ്ഥാനിൽ മയ്യിത്ത് മറമാടുന്നത് ഒഴിവാക്കണമെന്ന് കളക്ടർ പ്രഖ്യാപിച്ചാൽ അത് അംഗീകരിച്ചേ പറ്റൂ. അത്തരത്തിലുള്ള ഭേദഗതി പോലും ഇതിലുണ്ട് എന്നുള്ളത് മുസ്ലിം ഉമ്മത്ത് മനസ്സിലാക്കേണ്ട ഗുരുതരമായ ഒരു ഒന്നാണ്. അതുപോലെ മുത്തവല്ലിയുടെ അധികാരം അത് തീർത്തും എടുത്തു കളഞ്ഞിരിക്കുകയാണ്. മുത്തവല്ലിക്ക് അധികാരമുണ്ട്, പക്ഷേ ഈ നേരത്തെ പറഞ്ഞ ഈ ബോഡിയുടെ നിർദ്ദേശം അനുസരിച്ച് ഒക്കെയാണ് അവർ പ്രവർത്തിക്കേണ്ടത്. അതിൽ മുത്തവല്ലി ഓരോ വർഷവും അതിൻ്റെ കണക്കുകൾ യഥാക്രമം ബോധ്യപ്പെടുത്തിയിട്ടില്ല എങ്കിൽ 1,00,000 രൂപ പിഴയാണ്. നേരത്തെ വഖഫ് ഭൂമി കയ്യേറുന്നവർക്ക് ഉള്ള ശിക്ഷ കഠിന തടവായിരുന്നു. അതെല്ലാം ലഘൂകരിച്ചുകൊണ്ട് കേവലം 2 വർഷത്തെ അല്ലെങ്കിൽ 2 വർഷത്തെ കഠിന തടവ് എന്നുള്ള അതിനെ ഭേദഗതി ചെയ്തുകൊണ്ട് കേവലം തടവാക്കി മാറ്റുകയും അതോടൊപ്പം തന്നെ മുത്തവല്ലി തീർത്തും
ഇതിനെ സംബന്ധിച്ച് വീഴ്ച വരുത്തിയാൽ 1,00,000 രൂപ വരെ പിഴ അദ്ദേഹം നൽകേണ്ടി വരും എന്ന രൂപത്തിലൊക്കെയും ഇതിൽ ഭേദഗതിയിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇതെല്ലാം മാത്രമല്ല, ജാമ്യം നേരത്തെ ഭേദഗതിക്ക് മുമ്പുണ്ടായിരുന്നത് ജാമ്യം കിട്ടാത്ത കുറ്റകൃത്യമായിരുന്നു. എന്നാൽ ഭേദഗതിയിലൂടെ എപ്പോഴും ജാമ്യം കിട്ടുന്ന കുറ്റകൃത്യമായിട്ടാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആർക്കും എപ്പോഴും അവിടെ താല്പര്യത്തിനനുസരിച്ച് ഇത് കയ്യേറ്റം നടത്താനും അത് വളരെ നിസ്സാരമായ ചില വകുപ്പുകളിലൂടെ അത് കയ്യേറാനും സ്വന്തമാക്കുവാനും ഒക്കെയുള്ള വ്യവസ്ഥകൾ ഈ നിയമത്തിലുണ്ട് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട സംഗതിയാണ്. മാത്രമല്ല, ഈ വഖഫിനെ സംബന്ധിച്ച് ഇതൊരു തർക്കഭൂമിയാണെന്ന് വിവരം കിട്ടിയാൽ അതിനെ സംബന്ധിച്ച് യാതൊരു അന്വേഷണവും തുടർ പ്രവർത്തനവും പിന്നീട് ഉണ്ടാവുകയില്ല. ആരുടെ കയ്യിലാണോ അവരാണത് കൈകാര്യം ചെയ്യട്ടെ. അതിൽ നിയമം ഇടപെടേണ്ടതില്ല, മറ്റുള്ള വ്യവസ്ഥകൾ ഇടപെടേണ്ടതില്ല എന്നും അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള മുനമ്പമൊക്കെ ഈ വ്യവസ്ഥയിൽ ഒരു തർക്കം ഉന്നയിക്കുമ്പോൾ അത് തർക്കമുന്നയിച്ചു കഴിഞ്ഞാൽ അതിനെ സംബന്ധിച്ച് അന്വേഷണമോ തുടർ നടപടിയോ എടുക്കേണ്ടതില്ല എന്നാണ് ഈ ഭേദഗതി ബില്ലിലുള്ളത്. പക്ഷെ മുനമ്പത്തെ സംബന്ധിച്ച് നിയമജ്ഞർ പറയുന്നത് ഇത് തർക്കത്തിന് മുമ്പുള്ളതാണ്. ഇത് ഈ ഭേദഗതി നിയമം വരുന്നതിന് മുമ്പുള്ളതാണ്. ഭേദഗതി ബില്ലിനാകട്ടെ മുൻകാല പ്രാബല്യവുമില്ല. മാത്രമല്ല, മുനമ്പം വിഷയത്തിൽ ഹൈക്കോടതിയുടെ വ്യക്തമായിട്ടുള്ള നിർദ്ദേശവുമുണ്ട്. അതുകൊണ്ട് അത് ഇതിലൂടെ പരിഹരിക്കുക സാധ്യമല്ല എന്നും നിയമവ്യവസ്ഥ ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അതെന്തോ ആവട്ടെ. അപ്പോൾ ഈ നിയമം വെച്ചുകൊണ്ടാണ് ഒരു തർക്കമുണ്ടായിക്കഴിഞ്ഞാൽ അതിൽ അന്വേഷണവും തുടർ പ്രവർത്തനവും ഒന്നും ഉണ്ടാവുകയില്ല, അത് ആരെങ്കിലും എടുക്കട്ടെ എന്ന വ്യവസ്ഥ നിസ്സാരമായി ലാഘവത്തോടു കൂടി കാണുന്ന വെച്ചിരിക്കുന്നൊരു വ്യവസ്ഥയും ഇതിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ നിലവിലുള്ള എല്ലാ നിയമങ്ങളും അതെല്ലാം ലഘൂകരിച്ചുകൊണ്ട് ഇതാർക്കും പെട്ടെന്ന് കയ്യേറ്റം നടത്തുവാനുള്ള എല്ലാ തരത്തിലുള്ള വ്യവസ്ഥകളും ഈ ഭേദഗതി നിയമത്തിൽ ഉണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു തിരിച്ചറിവ് മുസ്ലിം ഉമ്മത്തിൽപ്പെട്ട ഓരോരുത്തർക്കും ഉണ്ടാകണം. ഇതിൻ്റെ 44 ഭേദഗതിയും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടെ നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുക എന്നുള്ളതൊക്കെ വളരെ പ്രയാസകരമാണ്. ഞാൻ അതിൻ്റെ ചില പ്രധാനപ്പെട്ട തലങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചത്. പക്ഷേ ഇതിനെ സംബന്ധിച്ചൊക്കെ നമുക്ക് ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ടാകേണ്ടതുണ്ട്. പ്രതിഷേധം എന്നൊക്കെ പറയുമ്പോൾ വളരെ വിവേകത്തോടു കൂടി വളരെ ജനാധിപത്യ രൂപത്തിൽ നിയമത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഊന്നി നിന്നുകൊണ്ടുള്ള പ്രതിഷേധം. കാരണം ഇതിനെ ഒരു വിഭാഗം ആളുകൾ, ഒരു ഗൂഢതന്ത്രം, പ്രതിയോഗികളായിട്ടുള്ള ആളുകൾ ഈ മുസ്ലിം ഉമ്മത്തിനെ വൈകാരികമാക്കി മാറ്റി പ്രലോഭനങ്ങൾ നടത്തി തെരുവിലേക്ക് ഇറക്കിവിട്ട് ഇങ്ങനെ കുറേ കേസുകളിൽ കുടുക്കി ആ കേസുകളുടെ പിന്നാലെ നടത്തി അവിടെ കാലം കഴിക്കണമെന്ന് വളരെ പ്ലാൻ ചെയ്ത് ആസൂത്രിതമായി പ്രവർത്തിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് അതാണ് ഞാൻ സൂചിപ്പിച്ചത്, ഇവിടെ തിരിച്ചറിവ് നമുക്ക് ആവശ്യമാണ്. ജനാധിപത്യ രൂപത്തിലുള്ള വളരെ പക്വതയോട് കൂടിയിട്ടുള്ള അതിൻ്റെ ഭാഷയും സമീപനവുമൊക്കെ സ്വീകരിച്ചു കൊണ്ടുള്ള പ്രതിഷേധങ്ങൾ തീർത്തും നടത്തേണ്ടതുമുണ്ട്. കാരണം വിശുദ്ധ ഖുർആൻ തന്നെ സൂചിപ്പിച്ചത് ഇത് ഫഅബില്ലത്തി ഹിയ അഹ്സൻ. നമ്മൾ പ്രതിഷേധിക്കുമ്പോൾ, പ്രതിരോധം സൃഷ്ടിക്കുമ്പോൾ ഏറ്റവും നല്ല രൂപത്തിൽ ഒരു ഖൈർ ഉമ്മത്തിൻ്റെ എല്ലാ സവിശേഷതകളും അതിൽ ഊന്നിക്കൊണ്ടുള്ള പ്രതിഷേധങ്ങളായിരിക്കണം ഉണ്ടാകേണ്ടത്. അങ്ങനെയാണ് നമ്മുടെ പ്രതിയോഗികളായിട്ടുള്ള ആളുകളെപ്പോലും മിത്രങ്ങളാക്കി മാറ്റുന്ന രൂപത്തിൽ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, പാർലമെൻറ്റിൽ ഉറക്കമൊഴിച്ച് ഈ ബില്ല് അവതരിപ്പിക്കുന്ന സന്ദർഭത്തിൽ നമുക്ക് വേണ്ടി ധാരാളം നമ്മുടെ സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾ സംസാരിച്ചിട്ടുണ്ട്. വളരെ വസ്തുനിഷ്ഠമായിട്ട് നിയമത്തിൻ്റെ എല്ലാ ബലവും പിൻബലവും ഊന്നിക്കൊണ്ട് അവർ ഉറക്കമൊഴിച്ച് സംസാരിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ഇത്തരം കാര്യങ്ങൾ തൻ്റെ പ്രതിയോഗിയെപ്പോലും കഅന്നഹു വലിയുൻ ഹമീം ലാ തസ്തവിൽ ഹസനത്തു വല സയ്യിഅ
ഈ ചീത്തയും അല്ലെങ്കിൽ തിന്മയും നന്മയും ഒരിക്കലും സമമാവുകയില്ല. വിശ്വാസികൾ ചെയ്യേണ്ടത് ഇദ്ഫഅ ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും ഉദാത്തമായ രൂപത്തിൽ നിയമത്തിനെല്ലാ പഴുതുകളും ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരിക്കണം. ജനാധിപത്യ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവണം. അതിലൊന്നും യാതൊരു മടിയും കാണിക്കേണ്ടതില്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകളെ കൂടി ഒരുമിച്ച് നിർത്തിക്കൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട്, കാരണം മക്കയിൽ ഒരു ബഹിഷ്കരണ കരാറുണ്ടായപ്പോൾ ഒരു മുഖാത്താഴത്ത് ഖുറൈശികൾ ബനൂ ഹാഷിം കുടുംബത്തിനെതിരിൽ പ്രവാചകനും സ്വഹാബത്തിനുമെതിരിൽ ഒരു കരാറുണ്ടാക്കി കഅബയുടെ ചുമരിൽ തൂക്കിയപ്പോൾ ആ കഅബയുടെ ചുമരിൽ തൂക്കിയിട്ടുള്ള ഈ ബഹിഷ്കരണ കരാറിനെ തൂത്തെറിഞ്ഞതും അത് വലിച്ചു പൊട്ടിച്ചതും കീറിയെറിഞ്ഞതുമൊക്കെ ഈ മക്കയിലുള്ള പ്രതിയോഗികൾ തന്നെയായിരുന്നു. പ്രവാചകനോടും ദീനിനോടും സ്വഹാബികളോടുമൊക്കെ ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആളുകൾ തന്നെയായിരുന്നു. ആ ഗണത്തിലാണ് സുഹൈർ ബിൻ അബി ഉമയ്യ, ഹിഷാം ബിൻ റബിയ. ഇവരെയൊന്നും ഇസ്ലാമി ചരിത്രത്തിൽ ഒരിക്കലും മറക്കുകയില്ല. പ്രവാചകന് അത്രയും സാന്ത്വനവും പിന്തുണയും സപ്പോർട്ടും നൽകിയിട്ടുള്ള പ്രതിയോഗികളായിരുന്നു. മുത്തഇം ബിൻ അദിയിനെ സംബന്ധിച്ച് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ബദറിലുള്ള ബന്ദികളായിട്ട് കുറേ ആളുകൾ പിടിക്കപ്പെട്ടപ്പോൾ ആ ബന്ധനസ്ഥരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന വിഷയം വന്നപ്പോൾ ഉമർ ഫാറൂഖിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. ആ ഘട്ടത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, ലൗ കാനൽ മുത്തഇം ബിൻ അദി ഹയ്യൻ, ഈ മുത്തഇം ബിൻ അദി ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ കല്ലമനി ഫീ ഹഉലാഇൽ അസ്റ, ഈ ബന്ധനസ്ഥരുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു അഭിപ്രായം പറയുകയും ചെയ്തിരുന്നുവെങ്കിൽ ലതറക്തുഹും ലഹു, ഞാൻ ഇവരെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിന് മുൻഗണന നൽകി ഇവരെ വിടുമായിരുന്നു. ഈ മുത്തഇം ബിൻ അദി എന്ന് പറയുന്നത് പ്രതിയോഗിയായിരുന്നു പ്രവാചകൻ്റെ. അങ്ങനെ ഈമാൻ ഉൾക്കൊള്ളാതെ തന്നെയാണ് മരിച്ചതും. എന്നാൽ പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ചെയ്ത സേവനങ്ങൾ, അദ്ദേഹത്തെ പോലെയുള്ള സമാന മനസ്കരായ ആളുകളെ കൂടെ ചേർത്ത് നിർത്താനുള്ള പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ തീരുമാനം, അതൊക്കെയാണ് ആ ബദറിലൂടെ ആ പ്രവർത്തനത്തിലൂടെ ഉമറുൽ ഫാറൂഖും ഉസ്മാൻ ഇബ്നു അഫ്ഫാനും അതുപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒക്കെ അഭിപ്രായം പറയുമ്പോൾ മുത്തഇം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ ബന്ധനസ്ഥരെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കിന് മുഖവിലക്കെടുത്തുകൊണ്ട് ഇവരെ ഞാൻ വിടുമായിരുന്നു. ഇത് നമ്മൾ ഏത് സന്ദർഭത്തിലും ഏത് ഇഷ്യൂ ഉണ്ടാകുമ്പോഴും ഇത്തരത്തിലുള്ള ചില സംഗതികൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ആകത്തുക നമ്മുടെ പ്രതികരണങ്ങളും പ്രതിഷേധവും ഒക്കെ ഉണ്ടാകണം. അതിൻ്റേതൊക്കെ ഭാഷയും സമീപനവും ഒക്കെ നമ്മൾ സ്വീകരിക്കുകയും വേണം. നമ്മളൊരിക്കലും ഒരു പ്രബോധിത സമൂഹമാണ്. നമ്മുടെ സഹജീവികൾക്ക്, സഹോദര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് ദീനിൻ്റെ യഥാർത്ഥ സന്ദേശം എത്തിക്കലാണ് നമ്മുടെ പ്രഥമ ഡ്യൂട്ടി. അതിന് തടസ്സം വരുന്ന രൂപത്തിലുള്ള ഒന്നും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നതുകൂടി ഈ സന്ദർഭത്തിൽ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വഖഫുമായി ബന്ധപ്പെട്ട സകല സംഗതികളും അതിനെ സംബന്ധിച്ച് നല്ലൊരു വായന നമ്മൾ വീണ്ടും വീണ്ടും നടത്തേണ്ടതുണ്ട് എന്നും സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ വഖഫുമായി ബന്ധപ്പെട്ട എല്ലാ നിബന്ധനകളും കാര്യമായി മനസ്സിലാക്കുവാനും അത് സഹജീവികൾക്കും സഹോദര സമുദായത്തിനും അത് മനസ്സിലാക്കി കൊടുക്കുകയും അതിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്നതാണ്. എല്ലാവർക്കും അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി പോലെയുള്ളത് 2000 ഏക്കറിൽ നിൽക്കുന്ന ഒരു ഭൂമിയാണ്, ഒരു സ്ഥാപനം, ഒരു ക്യാമ്പസാണ്. ഇതിൽ 40,000 നിങ്ങൾ നെറ്റ് പരിശോധിച്ചാൽ അറിയാം, 40,000 വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. എല്ലാ കമ്മ്യൂണിറ്റിയിലുംപ്പെട്ട വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. 2500 പരം അധ്യാപകരവിടെയുണ്ട്. അതിലും നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ കഴിയും. അപ്പോൾ ഇതൊരു പൊതു പ്രോപ്പർട്ടിയാണ്. വഖഫാണെങ്കിൽ പോലും എല്ലാവർക്കും ഗുണം ചെയ്യുന്ന, ഇതെല്ലാം വളരെ ആസൂത്രിതമായിട്ട് കൈയടക്കാനും പിടിച്ചെടുക്കാനുമുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.